സംഭവിച്ച് 4 മണിയാകുമ്പോൾ ആന കാറി. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എണിച്ച് വരുമ്പോൾ ആന ഇവനെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയി ഇങ്ങനെ ചവിട്ടിയിട്ട് ആന നേരെ തിരിഞ്ഞ് പോണ സംഭവം കണ്ടത്. അപ്പോഴാണ് ഞാനും ആ വാവും കൂടെ തൂക്കി, ഇത്തിരി ജീവനുണ്ടായിരുന്നു, തൂക്കിയിട്ട് ഞാൻ തിണ്ണയിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് വെള്ളം കൊടുത്തവന്. ഞാൻ ആലോചിച്ചിട്ട് എന്തായാലും നോക്കിയാ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒന്നോ പിടിച്ചിട്ടുണ്ട് ഇവര് സർക്കാർ സംവിധാനത്തിൽ വർദ്ധിക്കൊള്ളുക, എവിടെയാണെന്ന് വെച്ചാൽ ചെയ്യുക, ആണെങ്കിൽ അങ്ങനത്തെ നിയമങ്ങൾ ചെയ്യിപ്പിക്കുക. അതായത് മൊത്തം എല്ലാവർക്കും ബാധകമാണ്, സർവത്ര ആൾക്കും ബാധകമല്ല. ഈ വീട്ടുകാർക്ക് മരി താമസിക്കുന്നവർക്ക് അക്കരെ താമസിക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നല്ല അന്തരീക്ഷം, നല്ല ഒരു ചൂടൊക്കെ കൂടിയ ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ പൊതുവേ ഇവർ വീട് തൊട്ട് മുന്നിലുള്ള വീട് തന്നെയാണ്. അപ്പോൾ പൊതുവേ ഇവരിവിടെ രാത്രിയിലൊക്കെ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുകയും ചിലപ്പോൾ ഇവിടെ തന്നെ കിടക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോഴാണ് ആനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആനയും വരില്ല, കരയും വരില്ല, പുലിയും വരില്ല. ചൂടാകുമ്പോഴേ കിടക്കും. ഈ കുറിച്ചിട്ട് ആന ഇങ്ങനെ വരും ഞങ്ങൾ അറിഞ്ഞ